ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മണ്ണും മനസ്സൊക്കെ തണുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ കുടിക്കാനൊക്കെ തോന്നും. അങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു വെളിപാടില് ഞങ്ങൾ അടുത്തുള്ള ചായക്കടയിലേക്ക് വിട്ടു. ഈ ചായക്കട ഈ നാട്ടിലേക്കാളും പുറത്താണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തൊരു ചൂടോടൊരു ചായ കുടിക്കാം. ഇത് നമ്മൾ അട്ടപ്പാടിയിലേക്കൊക്കെ പോകുന്ന വഴിയുള്ള ഒരു കടയാണ്. ചുരം കയറുന്നതിന് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കടയാണ്. പാലക്കാട് നിന്നും അട്ടപ്പാടിയിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് ഇവിടെയാണ് എത്തിച്ചേരുന്നത്. ഇതാണ് ഒരു മൂന്നും കൂടിയ മുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. മണ്ണാർക്കാട് നിന്ന് വരുന്നവരും അട്ടപ്പാടിയിൽ നിന്ന് വരുന്നവരും പാലക്കാട് നിന്നും അട്ടപ്പാടിയിലേക്ക് പോകുന്നവരും ഒക്കെ ഇവിടെയാണ് ജോയിൻ ആവുന്നത്. അങ്ങനെ യൂട്യൂബിലെല്ലാം വൈറലായിട്ടുള്ള ഈ ചായക്കടയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ചായക്ക് പുറമെ ഇവിടെ പഴംപൊരിയും താറാവ് മുട്ട പുഴുങ്ങിയതുമാണ് തരുന്നത്. താറാവ് മുട്ടയ്ക്ക് ടച്ചിങ്സ് ആയിട്ട് പെപ്പറും സോൾട്ടുമാണ്, കുരുമുളകും ഉപ്പും കൂടി പൊടിച്ചതാണ് നമുക്ക് ഈ താറാവ് മുട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് തരുന്നത്. ഈ കടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത 3 തലമുറകളായിട്ട് കൈമാറി വരുന്ന കൈപ്പുണ്യാണ്. ഇത് 3ാമത്തെ തലമുറയാണ് ഇപ്പോൾ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-40 വർഷത്തിന്റെ മുകളിൽ പഴക്കമുള്ള ചായക്കടയാണിത്. എപ്പോഴും ഈ കടയുടെ മുന്നിൽ ബൈക്കുകളും കാറുകളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിലേക്ക് പോകുന്ന യാത്രാമധ്യ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവര് കൂടുതലായിട്ട് ഇവിടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരും അതുപോലെ സൈലന്റ് വാലി കാണാൻ പോകുന്നവരൊക്കെ ആയിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് മുട്ടയുടെ തോടൊക്കെ പൊട്ടിച്ചിടാനായിട്ട് ഇതുപോലെ ഒരു മുറത്തിന്റെ ഷേപ്പുള്ള ഒരു പ്ലേറ്റ് തരുന്നുണ്ട്. പഴംപൊരി സാധാരണ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അതിന്റെ കൂടെ പുഴുങ്ങിയൊരു താറാവ് മുട്ടയായിരുന്നു. അതിലുള്ള കോമ്പിനേഷനാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തരികയാണ്. സത്യത്തിൽ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല. താറാവ് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലും ഇതുപോലെ പെപ്പറും സോൾട്ടൊക്കെ മിക്സ് ചെയ്ത് പൊടിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ കൂടെയുള്ള ആള് മുട്ടയൊക്കെ കറക്റ്റ് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് അതിൽ സ്റ്റൈലായിട്ട് പെപ്പറും സോൾട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് റെഡിയാവുകയാണ്. പക്ഷെ എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. ഞാൻ ഇത് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫുഡിങ്ങിന് മുന്നിലിരിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കണം. ഇത് സാധാരണ ഒരു പുഴുങ്ങിയ താറാവ് മുട്ടയിൽ നമുക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു രീതി തന്നെയാണ്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്ന ടേസ്റ്റും പ്രിഫറൻസും ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ കടയിലേക്ക് പിന്നെയും വരുന്നത്. പാലക്കാട് ഞാൻ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, ഇതുപോലെ താറാവ് മുട്ട കിട്ടുന്ന ഒരു കടയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ കട ഒരു ലാൻഡ്മാർക്കാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നവരുടെ. അതുമാത്രമല്ല, അവരുടെ ടേസ്റ്റിന്റെ കൂടി ലാൻഡ്മാർക്കാണ് ഈ കട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ടേസ്റ്റും പ്രിഫറൻസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫുഡായിരിക്കാം. അങ്ങനെ നല്ല മഴയൊക്കെ പെയ്ത് തോർന്ന് ആകാശമൊക്കെ നല്ല കളറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈവനിങ്ങും ഇന്ന് നല്ല കളറായിട്ടുണ്ട്. ഇതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മുടെ കൂട്ടുകാരെയും പരിചയക്കാരെയൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വൈകുന്നേരം ആസ്വദിക്കാം. ഇങ്ങനെ നല്ല മഴ പെയ്ത് തോർന്നൊരു വൈകുന്നേരം ആസ്വദിക്കാനായിട്ട് നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല.